അഖിലി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക തരം വീഡിയോ ആണ് കേട്ടോ. ഒരു സീരീസ് ചെയ്യാൻ പോവുകയാണ്, സെൽവയോടൊപ്പം എന്ന് പറഞ്ഞിട്ട്. സെൽവ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഏജ് കെയർ സെൻ്ററാണ്, അതായത് വൃദ്ധസദനം. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടുമേ മൂരിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിന് പാണ്ടിക്കാട് നിന്ന് മഞ്ചേരിക്ക് പോകണവരാണെങ്കിൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലും, മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും, ബസ്സിന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് അധികം നടക്കാനൊന്നുമില്ല, ബോർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച് കുറച്ചൊന്ന് നടന്നാൽ മതി, റൂട്ടിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഇനി കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ ടാഗ് ചെയ്ത് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്പർ, കൂടുതൽ വിവരങ്ങൾക്ക് അതിൽ ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഫുഡും കാര്യങ്ങളും കൊടുക്കണമെങ്കിലും അല്ലെ ഡ്രസ്സോ നമ്മളെന്തെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ ഞാനെങ്ങനെ അവിടെ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ, നമ്മളെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു 60 ദിവസത്തെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചെന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. ഇന്ന് 10ാമത്തെ ദിവസമാണ്, അതായത് റിപ്പബ്ലിക് ഡേ ആണെന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞു അതിന് പ്രശ്നമില്ല, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന വീഡിയോ എടുക്കേണ്ട, അല്ലാത്ത കാര്യങ്ങൾക്ക് അലൗഡ് അല്ല, പക്ഷേ എന്നിരുന്നാൽ പോലെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് തൊട്ട് നമ്മൾ അങ്ങനെ ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഏത് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു വേല തന്നെ നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ 6 ബ്ലോക്കുകളിലായിട്ട് 80ഓളം ആളുകൾ അതിലുണ്ട് കേട്ടോ. അതിൽ 1ഉം 2ഉം മറ്റേ ഒഫീഷ്യൽ കാര്യങ്ങൾക്കാണ്. ബ്ലോക്ക് 3 മെയിൽ വാർഡാണ്, 4 ആക്ടിവിറ്റി ഏരിയയാണ്, 5 പിന്നെ ഒരു മെയിൽ വാർഡാണ്, 6 ഫീമെയിൽ വാർഡാണ്. അപ്പോൾ അങ്ങനെ വാർഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ് കേട്ടോ. റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പേപ്പർ ഇതൊക്കെ ഓരെന്നെ കളർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇനി ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വെൽഫെയർ ഓഫീസർമാരുണ്ട്, ആ ചേച്ചിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഈ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ബാൻഡായിട്ട് ഉണ്ടാക്കാനാണ്. അതാണ് ഇന്നത്തെ ഓരോ ആക്ടിവിറ്റി. ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ കൊടുക്കുക. പിന്നെ അവർക്ക് കറക്റ്റ് മീലാണ്, ഫുഡാണ്, കാര്യങ്ങളാണ് ഒക്കെ. ഇപ്പോൾ കണ്ടോ, അപ്പോഴത്തേനും 10 മണിയായി. ആ സമയമായപ്പോൾ സ്നാക്സിൻ്റെ സമയത്ത് അവർക്ക് ഓരോ മുസമ്പി, അത് ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ചാണ് കേട്ടോ കൊടുക്കുക. അധികം ഒന്നും കൊടുക്കില്ല. ചിലവർ ആവശ്യപ്പെട്ടാലും നമ്മൾ ആ ഒരു ഇതിലേ കൊടുക്കുള്ളൂ. അവിടെ എല്ലാം ചിട്ടയായിട്ട് പോണ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ നമ്മളൊരു പേഴ്സണൽ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചപ്പോൾ എല്ലാവരും പറയണം ഇവിടെ ഒരുപാട് ഇഷ്ടമാണ്, അവിടുത്തെ ആളുകളൊക്കെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും തന്നെ പറഞ്ഞു കേട്ടോ, അതിനനുസരിച്ചുള്ള മറുപടി തന്നെയാണ് നമ്മളും കൊടുത്തത്. പിന്നെ പോയോടത്തോളം നമ്മൾ കണ്ടതും അവിടെ അടിപൊളിയാണ്. അവർക്ക് പാസ്റ്റ് നമുക്ക് അവരത് ചോദിച്ചറിയാൻ പറ്റില്ല, അത് നമുക്ക് അതിൻ്റെ എതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടില്ല. ചിലവർ ഓരോ പാസ്റ്റൊക്കെ ഇഷ്ടത്തോടു കൂടി പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ ഹാപ്പിയാണ് എന്നാണ്, മൊത്തത്തിൽ ഹാപ്പിയാണ്. എന്തുകൊണ്ടും ഓർക്ക് സുഖമാണ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ 10 ദിവസമായി ഓരോയിട്ട്. രാവിലെ നമ്മൾ പോകും, ബെഡ് മേക്കിംഗ് ചെയ്യും. നമ്മൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനി ഞായറും നമ്മൾ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ മറ്റന്നാളും വരൂലട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണ്. എന്താ വരാത്തേ, എന്തെങ്കിലും പറ്റിയിട്ടാണോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ചോദ്യം പറച്ചിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ ഓർക്കും ഇങ്ങനെ വിസിറ്റേഴ്സിനെ കാണുന്നതും ഇഷ്ടമാണ്, നമ്മൾ ചെല്ലുന്നതും ഓർക്ക് ഇഷ്ടമാണ് കേട്ടോ. ടൂറ് കൊണ്ടുപോകും. അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റികളും ഓലെ മൈൻഡിനെ ഫുള്ള് എൻഗേജ്ഡ് ആക്കി വെക്കും. പിന്നെ അവിടെ അസുഖമായിട്ട് വന്ന ആളുകൾ നല്ല റിക്കവറി ആവണുണ്ട്. പിന്നെ സ്ട്രോക്ക് വന്നിട്ടൊക്കെ കുഴഞ്ഞ ആളുകളൊക്കെ ഉള്ളത് അവരൊക്കെ ആ ഒരു നോട്ടം കൊണ്ടാണ് നല്ല ഹാപ്പി ആയിട്ട് കുഴഞ്ഞ ആളുകൾ പോലും കുഴപ്പമില്ലാതെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഓർക്ക് വേണ്ട ചികിത്സകൾ, ഓർക്ക് വേണ്ട മരുന്ന് കറക്റ്റിന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇനി എന്തെങ്കിലും അസുഖങ്ങൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള തക്കതായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് എന്താണെങ്കിലും അതിന് ഒക്കത്തിനൊരു വില്ലിങ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ് കേട്ടോ. നമ്മൾ റിപ്പബ്ലിക്കിൻ്റെ മറ്റേ പതാകൻ്റെ ഇതുണ്ടല്ലോ ഉണ്ടാക്കിയിട്ട് ഓർക്കൊരു ബാൻഡ് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതോരന്നെ ഓറഞ്ചും ഗ്രീനും കളർ ഇങ്ങനെ ഓരന്നെ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഓർക്കൊരു ബാൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കൊണ്ടും ചെയ്യിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. അതിനായിട്ടുള്ള ആളുകളുണ്ട്.
അപ്പോൾ സെൽവയോടൊപ്പം ഒന്നില്ല, ഇന്നത്തെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഓക്കെ ബൈ. നമ്മളോട് ഇവരെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വിശേഷം അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.